ഹരേ കൃഷ്ണ, തുടങ്ങാനോ? തുടങ്ങാം പ്രഭു. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ രാധ മാധവ, ജയ കുഞ്ച വിഹാരി. ജയ രാധ മാധവ, ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ, ജയ ഗിരിവരധാരി. ജയ ഗോപിജന വല്ലഭ, ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജജന രഞ്ജന. ജയ യശോദാനന്ദന വ്രജജന രഞ്ജന. ജയ യമുനാതിരാവനചാരി. ജയ യമുനാതിരാവനചാരി. ജയ രാധ മാധവ, ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ, ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജജന രഞ്ജന. ജയ യമുനാതിരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ ജഗന്നാഥ്, ജയ ജയ ജഗന്നാഥ്. ജയ ജയ ജഗന്നാഥ്, ജയ ജയ ജഗന്നാഥ്. ജയ ജയ രാധ മാധവ്, ജയ ജയ രാധ മാധവ്. ജയ ജയ രാധ മാധവ്. ജയ കൃഷ്ണ ബലറാം, ജയ കൃഷ്ണ ബലറാം, ജയ കൃഷ്ണ ബലറാം. ജയ ജയ ഗൗരനിതായ്, ജയ ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ്, ജയ ജയ പ്രഭുപാദ്. ജയ ജയ പ്രഭുപാദ്, ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ്, ജയ ജയ ഗുരുദേവ്. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭദ്രേ ശ്രീമതേ മഹാവിഷ്ണുവത്സാമി. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭദ്രേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി നാമേ. നമസ്തേ സാരസ്വതേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേ സുധാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സാദര പ്രണാമം. ഇന്നത്തെ ശ്ലോകം സ്കന്ധം 1, അധ്യായം 6, നാരദനും വ്യാസദേവനും മധ്യേയുള്ള സംഭാഷണം. ശ്ലോകം 1 വായിക്കാം. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷേർജന്മകർമ്മ ച ഭൂയ പ്രപ്രച്ഛതം ബ്രഹ്മൻ വ്യാസ സത്യവതീ സുത. ഏവം നിശമ്യ ഭഗവാൻ ദേവർഷേർജന്മകർമ്മ ച ഭൂയ പ്രപ്രച്ഛതം ബ്രഹ്മൻ വ്യാസ സത്യവതീ സുത. ഏവം നിശമ്യ ഭഗവാൻ ദേവർഷേർജന്മകർമ്മ ച ഭൂയ പ്രപ്രച്ഛതം ബ്രഹ്മൻ വ്യാസ സത്യവതീ സുത. ഏവം നിശമ്യ ഭഗവാൻ ദേവർഷേർജന്മകർമ്മ ച ഭൂയ പപ്രച്ഛതം ബ്രഹ്മൻ വ്യാസ സത്യവതീ സുത. നമുക്കതിൻ്റെ ബേൾഡ്
വാക്കുകളുടെ അർത്ഥം നോക്കാം. സൂത ഉവാച, സൂത അരുളി ചെയ്തു. ഏവം അപ്രകാരം നിശമ്യ ശ്രവിക്കുന്നു ഭഗവാന്റെ ശക്തിമത്തായ അവതാരം. ദേവർഷേ, ദേവന്മാരിൽ ശ്രേഷ്ഠ ഋഷിയുടെ ജന്മ ജനനം കർമ്മ പ്രവൃത്തി ച ഭൂയ വീണ്ടും പപ്രശ അന്വേഷിച്ചു തം അദ്ദേഹത്തിന്റെ ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണരെ വ്യാസദേവ സത്യവതി സുധ സത്യവതിയുടെ പുത്രൻ. ശ്രീല പ്രഭുപാദർജി കി ജയ്. വിവർത്തനത്തിനും അവർത്തനത്തിനും. വിവർത്തനം. ശ്രീസുതൻ അരുളി ചെയ്തു, അല്ലയോ ബ്രാഹ്മണരെ, ഇങ്ങനെ ശ്രീ നാരദന്റെ ജനനത്തെയും കർമ്മത്തെയും കുറിച്ച് സർവ്വതൻ ശ്രവിച്ച ഭഗവത് അവതാരവും സത്യവതീസൂതനുമായ ശ്രീ വ്യാസദേവൻ ഇപ്രകാരം അന്വേഷിച്ചു. ഭാവാർത്ഥം: ശ്രീ വ്യാസദേവൻ നാരദമുനിയുടെ പരിപൂർണ സാക്ഷാത്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പരമജിജ്ഞാസു ആകയാൽ അദ്ദേഹം അധികതരമായി നാരദനെ കുറിച്ച് ഗ്രഹിക്കാൻ അഭിലഷിച്ചു. ഭഗവത് വിയോഗം എന്ന അതീന്ദ്രിയ ധ്യാനത്തിൽ നിമഗ്നനായിരിക്കുന്ന വേളയിലും എപ്പോൾ അദ്ദേഹത്തിന് അത് അത്യധികം വേദനാജനകമായി തീരുന്നുവോ അപ്പോൾ ഭഗവാനുമായി ഒരു സന്ദർശനം ആർജിച്ചെടുക്കാൻ അദ്ദേഹത്തിന് എപ്രകാരമാണ് പ്രാപ്തി ഉണ്ടാകുന്നതെന്ന് ഈ അധ്യായത്തിൽ നാരദൻ വിശദീകരിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരുവും ശ്രീതദകമലം ശ്രീഗുരുവും വൈഷ്ണവാഞ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം. അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിൽ പറയുന്നത് വിശദമാകണമെങ്കിൽ നമുക്ക് ഈ അധ്യായത്തിന്റെ ആരംഭം മുതലൊന്ന് നോക്കാം. കാരണം ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണല്ലോ. അപ്പൊ ഈ അധ്യായത്തിന്റെ ആരംഭം മുതൽ നോക്കാം. എന്താണ് ഭാഗവതം, എന്തൊക്കെയാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിച്ചത്, ഇതുവരെ പഠിച്ചത്, ഇനി പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പൊ ഈ അധ്യായത്തെ അതായത് ഈ അധ്യായം പറഞ്ഞത് സ്കന്ധം, ഒന്നാം സ്കന്ധത്തെ 19 അധ്യായങ്ങളായിട്ട് വിവരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 6 അധ്യായം എന്താണ് ഭാഗവതം എന്ന് പറയുന്നു. 7 മുതൽ 11 വരെ കൃഷ്ണന്റെ പ്രേമത്തെ പറ്റി വിവരിക്കുന്നു. അതായത് കൃഷ്ണൻ അർജുനന്, കുന്തി ദേവിക്ക്, ഭീഷ്മർക്ക്, ഹസ്തിനപുരത്തിലെ വാസികൾക്ക്, ദ്വാരകവാസികൾക്ക് ഇവർക്ക് എങ്ങനെ പ്രേമം പകർന്നു കൊടുത്തു എന്നതിനെ പറ്റി വിവരിക്കുന്നു. 12-ാം അധ്യായം മുതൽ വൈരാഗ്യം വർണ്ണിക്കുന്നു. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഈ വൈരാഗ്യം കൊണ്ട് ഭഗവത് പ്രാപ്തി എങ്ങനെ നേടാം എന്നതിനെ പറ്റി വിവരിക്കുന്നു. പിന്നെ 12-ാം അധ്യായത്തിലെ പരീക്ഷത്തിന്റെ ജനനം, ധൃതരാഷ്ട്രർ എങ്ങനെ അവസാനം ചിലവഴിക്കുന്നു, വിതുർ മൃത്യു വരിക്കുന്നത് എങ്ങനെയാണ്, ശ്രീകൃഷ്ണന്റെ സമാപ്തം, അതായത് ശ്രീകൃഷ്ണൻ ഈ ലോകം വിട്ടിട്ട് എങ്ങനെ സ്വധാമത്തിലേക്ക് തന്നെ യാത്രയാകുന്നു,
കുന്തി, പാഞ്ചാലി, ഗാന്ധാരി ഇവരുടെയൊക്കെ അവസാനം എങ്ങനെയാണ് പരീക്ഷത്തിന്റെ 16-19 മുതൽ പരീക്ഷത്തിന്റെ രാജ്യഭരണം, കലിയെ എങ്ങനെ നിയന്ത്രിച്ചു, അവസാനം ശാപം എങ്ങനെ കിട്ടി, നമ്മുടെ കർത്തവ്യം എന്തായിരിക്കണം, മൃത്യു സമയത്ത് നമ്മുടെ കർത്തവ്യം എന്തായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്, ഈ അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാഗവത്തെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പരിവർത്തനത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. പരിവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചതിന് ശേഷം ബാല്യത്തിലെത്തുന്നു, അവിടെ നിന്ന് പിന്നെ കൗമാരത്തിലെത്തുന്നു, കൗമാരം കഴിഞ്ഞ് പിന്നെ യൗവനത്തിലാവുന്നു, യൗവനം കഴിഞ്ഞ് പിന്നെ വാർദ്ധക്യമാകുന്നു. ആ വാർദ്ധക്യ സമയത്ത് നമുക്കിങ്ങനെ കഫ, പിത്തം ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അപ്പൊ ആ രോഗം എത്ര ദുഷ്കരമാണെന്നുള്ളത് അനുഭവിക്കുന്നവർക്കറിയാം. അതിനുശേഷം ആ വാർദ്ധക്യം, ജരാനര, നമ്മുടെ ശരീരങ്ങളുടെ തൊലികളൊക്കെ ചുരുങ്ങി എല്ലും തൊലിയൊക്കെ ആകുമ്പോൾ മാംസത്തിനോടുള്ള പ്രവർത്തനം മാറുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് പിന്നെയുള്ള ചിന്ത മരണത്തെ പറ്റിയാണ്. നമ്മൾ മരിക്കാൻ എങ്ങനെയായിരിക്കും മരിക്കുന്നത്, അപ്പൊ ആ മരണസമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അപ്പൊ അങ്ങനെ ആ മരണസമയത്ത് നമുക്ക് ഭഗവാനെ വിളിക്കാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ വന്നുകൂടുന്നു. ഇതൊക്കെയാണ് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ഉദാഹരണമായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ പരീക്ഷിത് രാജാവിനെ ഇത്ര ശ്രേഷ്ഠനായ പരീക്ഷിത്ത് മഹാരാജാവ്, അതായത് ജനിക്കുമ്പോൾ മുതൽ ഭഗവാനായിട്ട് സമ്പർക്കം ചെയ്യുന്ന രാജാവ്, പിന്നെ അങ്ങനെ ശ്രേഷ്ഠനായ ചക്രവർത്തി, എല്ലാ സുഖസൗകര്യങ്ങളോടും വളർന്നിട്ടുണ്ട ചക്രവർത്തി, അവസാനം അദ്ദേഹത്തിന് മരണസമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഒരു ശാപം കിട്ടി. ആ ശാപം മുഖേന അകാലത്തെ മരണമാടേണ്ടതായിരുന്നു. പക്ഷെ അകാലത്തിലായതിനും ശരി മരണത്തെ അദ്ദേഹം എങ്ങനെ നേരിട്ടു, നമ്മൾക്കെല്ലാം ഉദാഹരണം അത് സ്വീകരിക്കാവുന്നതാണ്. എങ്ങനെയാണ് മരണസമയം അടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ ഒരു സ്വാമിജിയിൽ നിന്നും മനസ്സിലാക്കിയ ഒരു വിവരമാണ് പറയുന്നതൊക്കെ, എൻ്റെ സ്വന്തമായിട്ടൊന്നുമല്ല. അപ്പം ആ ഒരു മരണസമയത്തെ വെപ്രാളം എന്ന് പറയുന്നത് 7000 തേളുകൾ കുത്തിയാൽ എത്ര വിഷമം ഉണ്ടാകും, അതാണ് അനുഭവിക്കുന്നത്. ഒരു തേള് കടിച്ചാൽ നമുക്കറിയാം എത്ര പ്രയാസം ഉണ്ടാകും. അപ്പൊ അങ്ങനെ 7000 തേളുകൾ ഒന്നിച്ച് നമ്മളെ കുത്തുകയാണെങ്കിൽ, കടിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രയാസം, അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ മരണസമയത്ത്. അങ്ങനെ മരണസമയത്ത് നമുക്ക് എങ്ങനെ ഭഗവാനെ വിളിക്കാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മരണസമയത്ത് ഭഗവാനോട് അപേക്ഷിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതേമാതിരി നമുക്ക് പുനർജന്മത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും ശരി, ആ സമയത്ത് നമുക്ക് ചിന്തിക്കുന്ന എന്തോ അവിടേക്ക് പോകാൻ സാധിക്കും. അപ്പൊ നമ്മൾ അതിനൊക്കെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലക്ഷ്യം ഭഗവത് ധാമത്തിൽ തിരിച്ചു പോവുക, ഭഗവാന്റെ സഹചാരികളായി കഴിയുക, ഭഗവാന്റെ സേവ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് നമ്മൾ ഇന്നേ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ ഭഗവാന്റെ അടുത്ത് മരണ സമയത്ത് നമുക്ക് എങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം കാലത്ത് മുതലും വൈകിട്ടും എപ്പോഴും 24 മണിക്കൂറും ജപിക്കുന്ന നല്ലതാണ്, ജപിച്ചുകൊണ്ടിരിക്കണം. എങ്കിലും നമുക്ക് ആ മരണസമയത്തുണ്ടാകുന്ന ആ വേദനകളിൽ നിന്നും രക്ഷപ്പെട്ട് ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം ഭഗവാനോട് പ്രകടിപ്പിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾക്കൊക്കെ വിചാരം, ഈ നമ്മുടെ ചെറുപ്പത്തിലെ നല്ല യൗവനത്തിലൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഭഗവാനെ പറ്റി ചിന്തിക്കേണ്ട കാര്യം എന്തോ ഇരിക്കുന്നു, അതൊക്കെ നമുക്കൊരു 10-100 വയസ്സ് 90 വയസ്സ് കഴിഞ്ഞിട്ട് പറയാമെന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാകും. പക്ഷെ അത് അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികൾക്കായാലും നമുക്കായാലും, നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ലായിരിക്കും, സാധിക്കാൻ പറ്റാത്തവർ പലരുമുണ്ട്. കാരണം അവരുടെ കുറ്റമുണ്ടല്ലോ, അവരുടെ മുൻജന്മ ഫലമായിട്ട് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭക്തിമാർഗത്തിലോട്ട് നമുക്ക് തിരിഞ്ഞു പോകാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അത് ഇനിയെങ്കിലും നമുക്കുണ്ടാകുന്ന കുട്ടികൾക്കെങ്കിലും നമ്മൾ കാലത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ആ സ്വാമി ഒരു കഥ പറഞ്ഞ അന്നത്തെ അദ്ദേഹത്തിന്റെ ലെക്ചറിൽ, എങ്ങനെ ഒരു മനുഷ്യന് ഭഗവാനിലോട്ട് തിരിയാൻ പറ്റും. അതിന്റെ കഥകളൊക്കെ നമ്മൾ പണ്ടും കേട്ടിട്ടുള്ളത്. അതിന്റെ ഒരുപാട് ക്ലാസ്സുകളിൽ ഇങ്ങനെ ഭഗവാനിലോട്ട് ശ്രദ്ധ തിരിക്കണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഒരു സ്വാമി ഇതിനകത്ത്, നമ്മുടെ ഇസ്കോണിലുള്ള സ്വാമി തന്നെയാണ് പറയുന്നത്, എങ്ങനെ നമുക്ക് ചെറുപ്പകാലത്ത്
ഭഗവാനിലോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ എത്ര പ്രായമായിട്ടും ഇത് ഭഗവാനിലോട്ട് തിരിയാത്ത മനുഷ്യരും ഉണ്ട്. അപ്പൊ ഒരു കഥ, ചെറിയൊരു കഥയാ. അപ്പൊ അത് ഒരു വ്യാപാരി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത്. അദ്ദേഹത്തിന് ഈ 24 മണിക്കൂറും ആ വ്യാപാര ചിന്തയെ പറ്റിയുള്ളത്, എങ്ങനെ ബിസിനസ് ഉയർത്താം, എങ്ങനെ പണം ഉണ്ടാക്കാം എന്നൊക്കെയുള്ള കാര്യം മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു 85 വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഈ ബിസിനസ്സിനെ പറ്റി മാത്രമാണ് ചിന്തയുണ്ടായത്. അപ്പൊ അവരെ മക്കളൊക്കെ പ്രായമായി, പുത്രന്മാരൊക്കെ പ്രായമായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇതിനൊന്നും ഇടപെടാൻ അവർ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഈ ബിസിനസ് കാര്യങ്ങൾ ഈ പ്രായമായ മനുഷ്യൻ അതിൻ്റെയൊക്കെ ചുമതല നടത്തിക്കൊണ്ടിരുന്നതിനാൽ ഇവർക്ക് മറ്റു കുട്ടികൾക്കും, അതായത് പുത്രന്മാർക്കും ഒന്നും ചെയ്യാൻ സൗകര്യമില്ലായിരുന്നു. അതിനുള്ള അഴിലോട്ട് തിരിയാനുള്ള അവരെ സമ്മതിച്ചില്ല. അപ്പൊ അങ്ങനെ അവര് 2-3 ജ്യേഷ്ഠാനിയന്മാരുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി. ഈ അച്ഛനെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണം. പറഞ്ഞു വിടാൻ എന്ത് ചെയ്തു? ഒരു സാധുവിനെ വിളിച്ചു. സാധു എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി ആയിട്ട് നടക്കുന്ന നമ്മുടെ സന്യാസിവര്യന്മാരുണ്ടല്ലോ, ആ സാധുവിനെ വിളിച്ചിട്ട് ചട്ടം കെട്ടി, ഇങ്ങനെ ഇദ്ദേഹത്തിനെ ഈ നമ്മുടെ രാജ്യത്തെ എല്ലാം കൊണ്ട് നടന്നിട്ട് ഇതിനെപ്പറ്റി അദ്ദേഹത്തിന് ഒരു തീർത്ഥാടനം നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ തീർത്ഥാടനത്തിന് വേണ്ടി അവര് എല്ലാം പണമൊക്കെ കരുതി കൊടുത്തു. സന്യാസികൾ പറഞ്ഞു, ഇങ്ങനെ എത്ര ദിവസം കൊണ്ട് നടന്നാലും കുഴപ്പമില്ല, ഇദ്ദേഹത്തിന് തീർത്ഥാടന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുണ്ടാകുന്നിടം വരെ കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ 2 ആഴ്ചയൊക്കെ ആയി അവര് പല തീർത്ഥാടന സ്ഥലങ്ങളിലും പോയെങ്കിലും ഈ ഇദ്ദേഹത്തിന് യാതൊരു പരിവർത്തനവും വരുന്നില്ല. എന്നിട്ട് ആ സാധു വിളിച്ച് വീട്ടിൽ പറയുന്നു, ഇങ്ങനെ ആ പുത്രന്മാരോട് പറയുന്നു, അദ്ദേഹത്തിന് ആ മനുഷ്യൻ ഇതുവരെ യാതൊരു പരിവർത്തനവും വന്നിട്ടില്ല. ഈ ബിസിനസിന്റെ കാര്യമല്ലാതെ ഒന്നും പറയുന്നില്ല. എന്നെ കൂടെ ഒരു ബിസിനസ്സുകാരനാക്കുവോ എന്നാണ് എനിക്കിപ്പോ സംശയം. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറയും. അപ്പൊ അവര് പറഞ്ഞു, ശരി, എന്തായാലും വേണ്ട, തിരിച്ചു വരണ്ട, ഇനിയും ഞങ്ങൾ പൈസയൊക്കെ അയച്ചു തരാം. നിങ്ങൾ എവിടെയൊക്കെ വേണേലും, ഉത്തരേന്ത്യയിലോ ദക്ഷിണേന്ത്യയിലോ അവിടെ എല്ലാം പോയി, നമ്മുടെ ഭാരത മഹാരാജ്യത്ത് എല്ലാം നടന്ന് കണ്ടിട്ട് വരണം. കാശി, രാമേശ്വരം ഇതെല്ലാം പോയി കണ്ടിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവർ ശരി ഒക്കെ, സാധുവും പറഞ്ഞു, ശരി എന്നാൽ ഞാൻ ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് ഭേദങ്ങളൊക്കെ പറഞ്ഞ് ആ മനുഷ്യനെ മനസ്സിലാക്കി ഇവിടെ വാരണാസി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു എന്നാ പറയുന്നു. അപ്പൊ വാരണാസിയിൽ എത്തിച്ചേർന്നിട്ട് അവിടെ വാരണാസിയില് നമ്മുടെ ഹിന്ദു സമൂഹത്തില് മരിക്കുന്നവരെ അവിടാണ് ദഹിപ്പിക്കുന്ന സ്ഥലം. വിറകൊക്കെ കൂട്ടിയിട്ടിട്ട് അവരെ കത്തിച്ച് അവിടെ സംസ്കരണം നടത്തുന്ന അവിടെ ശവങ്ങൾ. അപ്പൊ ഇദ്ദേഹത്തിനെ അവിടെ കൊണ്ട് നിർത്തി. അദ്ദേഹം അവർ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വളരെ നിലവിളിക്കാൻ തുടങ്ങി ഈ മനുഷ്യൻ. എന്തിനാ ഇവിടെ? ഒരുപാട് വിഷമിച്ച് കരയുന്ന മാതിരി തോന്നി. നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ കരയാന്ന് പറയും. അപ്പൊ ആ കരയാൻ തുടങ്ങി. എന്താണ് ചോദിച്ചു? ഈ സാധു ചോദിച്ചു, എന്താ കാര്യം? അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് ആ ശ്വാസമൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വളരെ അബദ്ധം പറ്റിപ്പോയി, എന്റെ ജീവിതമേ തകരാറായിപ്പോയി. എന്താന്ന് വെച്ചാൽ എന്നൊക്കെ ഒത്തിരി നേരം പറഞ്ഞു. അപ്പൊ ആ സാധു ചോദിച്ചു, എന്താ ഇത്ര അങ്ങയുടെ എന്താ പറ്റി? ജീവിതത്തിന് എന്താണ് പ്രശ്നം പറ്റിയേ? അപ്പൊ പറഞ്ഞു, എനിക്ക് ഈ വിറകിന്റെ കച്ചവടം, ഇത്ര ലാഭമുള്ള വിറക്, അതായത് ഇവിടെ ഒരുപാട് വിറക് വേണം, ഒരുപാട് ശവശരീരങ്ങൾ ദഹിപ്പിക്കാനുള്ള വിറക് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വിറകിന് നല്ല ഡിമാൻഡാണ്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ വിറക് കച്ചവടം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇതിലും ധനികനാവാൻ സാധിക്കുമായിരുന്നു. ഞാൻ ചെയ്തിരുന്ന വസ്ത്രവ്യാപാരമാണ്. അപ്പൊ ആ വസ്ത്രവ്യാപാരത്തിൽ കൂടി എനിക്ക് ഇത്ര നേടാൻ കഴിഞ്ഞുള്ളൂ. അതേസമയത്ത് ഇവിടെ വിറകിന് നല്ല ഡിമാൻഡുള്ള സ്ഥലമാണ്. നമുക്ക് വിറക് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് പണം കിട്ടുമായിരുന്നു, അതിൽ നമുക്കൊന്നുകൂടെ ഉയരാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ പട്ടടയിൽ ചെന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ബിസിനസിനെ പറ്റിയാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ മനുഷ്യർക്കും നമ്മൾക്ക് ഭഗവാനിലോട്ട് തിരിയണം എന്നുള്ള ചിന്ത വരുന്നില്ല. അപ്പൊ ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജന്മനാ ഉള്ള ആ കാര്യം, ആ പ്രവൃത്തി, അദ്ദേഹത്തിന് ഭഗവാനുമായിട്ട് ഒന്ന് ബന്ധപ്പെടണമെന്ന് പോലും അദ്ദേഹത്തിന് ഇത്രയും വിശിഷ്ട സ്ഥലങ്ങൾ, അതായത് തീർത്ഥ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ഓരോ മനുഷ്യരുടെയും അവസ്ഥ. നമുക്കിങ്ങനെ
നമ്മുടെ ഭഗവാനിലോട്ട് തിരിയുന്നതിനുള്ള സമയം നമുക്ക് ഇതുവരെ ആയിട്ടില്ല എന്നുള്ള വിചാരത്തിൽ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം പിന്നെയും ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ചെറുപ്പകാലത്ത് തന്നെ ഭക്തി മാർഗത്തിലേക്ക് നമ്മൾ തിരിയേണ്ടത് അത്യാവശ്യമാണെന്ന് ആ സ്വാമി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇങ്ങനെ പല പല കഥകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മുടെ ചിന്ത ഭഗവാനിലോട്ട് തിരിയാതിരിക്കുന്ന ചിന്ത എന്താണ്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ചിന്തിച്ചു കൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഒടുക്കം വയസ്സായി, അതായത് എത്ര നമ്മൾ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ, ഭഗവാനെ പറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ ഭഗവാനെ പറ്റി പഠിക്കാനോ പറ്റാത്ത ഒരവസ്ഥ വരെയും നമ്മൾ ഭഗവാനെ പറ്റി ചിന്തിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും ബാല്യകാലത്ത് തന്നെ അവരെ ഭക്തിമാർഗത്തിലേക്ക് മാറ്റണം എന്ന് ആ സ്വാമിജി പറഞ്ഞു. അങ്ങനെ ഭാഗവതം, ഭഗവത്ഗീത അങ്ങനെയുള്ള പുണ്യഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ട സമയം ചെറുപ്പകാലത്താണ്. അപ്പൊ ചെറുപ്പകാലത്ത് നമ്മുടെ കുട്ടികൾക്കെങ്കിലും അതിനുള്ള മാർഗം, അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് എന്നാണ് സ്വാമി പറയുന്നത്. ഈ ഭാഗവതം ഒക്കെ പഠിക്കുന്നതിന് സമയം നോക്കേണ്ടത് കാര്യമില്ല എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാം. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം, ഞാൻ തന്നെ 3-4 പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്, വായിച്ചു നോക്കിയതായി ഭാഗവതം. പക്ഷെ അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി ഇത് വിട്ടുകളയാം എന്ന് വിചാരിക്കരുത്. അതിങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. പരിശ്രമം മനസ്സിലായില്ലെങ്കിലും വീണ്ടും പഠിക്കുക. ഭാഗവതമായാലും ശരി, നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ, ഭഗവത്ഗീതയായാലും ശരി, എല്ലാം തന്നെ അത് പഠിക്കേണ്ട വിധം നമുക്കറിയാമല്ലോ. ഗുരുവിന്റെ നേതൃത്വത്തിൽ, ഒരു ആത്മീയ ഗുരുവിന്റെ. പ്രഭു ഈ ഭാഗവതം മുഴുവൻ പല പ്രാവശ്യം വായിച്ചോ പ്രഭു? 1, 2, 3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിയട്ടെ പ്രഭു, കണ്ടിന്യൂ ചെയ്യണം പ്രഭു, കണ്ടിന്യൂ. ശരി മാതാജി, നമുക്ക് അവസാനം പറയാൻ ഞാൻ പറ്റില്ല. മനസ്സിലായില്ലെങ്കിലും വീണ്ടും പഠിക്കുക. ഇതിനകത്ത് 1-ാം ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാനെ പറ്റിയാണ്. 1-ാം ശ്ലോകം നമ്മളെല്ലാവരും നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. പരമസത്യം സുരാട്, ഭഗവാനെ പറ്റി വിവരിക്കുകയാണ്. ബ്രഹ്മാവിന് ജ്ഞാനം പകർന്നു കൊടുത്തത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ ഗുണഗണങ്ങളെ പറ്റിയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത്. 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് ഭാഗവതം, ഭാഗവത് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം, ഭാഗവതത്തിനെ പറ്റി ഉള്ള സകലമേന്മ. വേറൊരു ഗ്രന്ഥം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് ഇന്നത്തെ ലോകത്ത് ആയിരക്കണക്കിനുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇസ്കോണിനെ പറ്റി എഴുതിയിട്ടുണ്ട്, പഠിക്കാനുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഗ്രന്ഥങ്ങളും നോക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കാര്യം അത്രയ്ക്ക് എന്തെല്ലാം പഠിക്കണം, ഭാഗവതത്തില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭാഗവതം ശരിക്കും നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഭാഗവതത്തിന്റെ ക്ലാസ്, ഭാഗവതം പഠിപ്പിക്കുന്ന ഒരു യജ്ഞം തന്നെയാണ് ഭാഗവതം. അപ്പൊ അത് യജ്ഞത്തിൽ നമ്മൾ ശ്രദ്ധയോടെ കേട്ടെങ്കിലേ എല്ലാം മനസ്സിലാവും. അതുപോലെ ഭാഗവതത്തിന്റെ ക്ലാസ്സും എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കുന്നവരും അതുപോലെ പഠിക്കുന്നവരും ഇതൊരു യജ്ഞമാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് അതിൻ്റെ ശ്രദ്ധയോടും ആകാംക്ഷയോടും നമ്മൾ കേട്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തയാണ്. അവിടെ ഭഗവാനെ നമ്മൾ അപേക്ഷിക്കുന്നത് നമ്മുടെ സ്വാർത്ഥം. അതായത് എനിക്ക് ഇന്ന കാര്യം നടക്കണേ, എനിക്ക് നല്ല വണ്ടി കിട്ടണേ, അല്ലെങ്കിൽ നല്ല വീടുണ്ടാക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് കല്യാണം നല്ല പോലത്തെ നടത്തണേ, എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ചിന്ത. ഭാഗവതത്തിന് അങ്ങനെയുള്ള നമ്മളെ നിസ്വാർത്ഥമായ ചിന്തയാണ് ഭാഗവതത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ. ഒരാൾ എൻ്റെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിപരമായിട്ടോ അല്ല ഭാഗവതം പഠിക്കുന്നത്. നിസ്വാർത്ഥ ചിന്തയോടുകൂടി ഭഗവാന്റെ ചിന്ത മാത്രം, ഭഗവാന്റെ സ്മരണകൾ കൂടെ പഠിക്കുന്നു. പിന്നെ ഇവിടെ മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് സകല നമ്മുടെ വേദ ഗ്രന്ഥങ്ങളുടെയും വേദങ്ങളുടെ സാരം ശുഖമകനിയിൽ കൂടി നമ്മളെ അതിൻ്റെ സത്ത്, അതായത് രസം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതിനുള്ള ഒരു ശ്ലോകമാണെന്ന് പറയുന്നത്.
ആ ശ്ലോകം, 3-ാം ശ്ലോകം. അങ്ങനെ 3-ാം ശ്ലോകത്തിന്റെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് നൈമിഷാരണ്യത്തിൽ നമ്മുടെ മഹർഷിമാര് കൂടിയ ആ യോഗത്തെ പറ്റിയാണ്. അവിടെ ശുകദേവ മഹർഷി വ്യാസദേവ പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുത്തത് കേട്ടുകൊണ്ടിരുന്ന സൂത മഹർഷിയാണ് ഇവിടെ വന്നിട്ട് നൈമിഷാരണ്യത്തിലെ ശൗനക മഹർഷിയുടെ നേതൃത്വത്തിലുള്ള ഋഷിമാർക്ക് ഇത് വിവരിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് സൂത മഹർഷിയാണ്. സൂത മഹർഷി വിവരിക്കുന്നത് ശുകദേവ സ്വാമി എന്താണോ ഭാഗവതത്തിൽ അവിടെ പരീക്ഷിത് മഹാരാജന് വേണ്ടി പറഞ്ഞു കൊടുത്ത് അതേ വിധത്തിലുള്ള കാര്യങ്ങളിലൂടെ സൂത മഹർഷി ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ സൂത മഹർഷിയോട് ഈ കൂടിയിരിക്കുന്ന മഹർഷിമാരുടെ നേതാവായ ശൗനക മഹർഷി ആദ്യമായിട്ട് 5-6 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആ 6 ചോദ്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ്. ഇന്നലെയും നമ്മുടെ മാതാജി പറഞ്ഞു ആ ചോദ്യങ്ങളാണ്. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അതാണ് നമ്മുടെ ഭാഗവത്തിൽ മൊത്തം വിവരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ടതും എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളതും നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം. അങ്ങനെ ഭാഗവതത്തിൽ ഭക്തി, ഭഗവാൻ, ഭാഗവതം ഇതാണ് പ്രധാനം പറയുന്നത്. ഭക്തി എങ്ങനെ നടത്താം, ഭാഗവാൻ ആരാണ്, ഭാഗവതം പഠിച്ചാൽ നമുക്ക് എന്താണ് പ്രയോജനം. ഇത്രയാണ് ചുരുക്കത്തിൽ പറയുന്നത്. ഇതിനെപ്പറ്റി ഔട്ട്ലൈൻ പറയാനുള്ളത്. പരീക്ഷിത്ത് എന്ത് ചെയ്തു? അത് പരീക്ഷിത് മഹാരാജാവിന്റെ അവസാന കാലത്ത് അദ്ദേഹം എല്ലാവരുടെയും അവസാന കാലം ഇങ്ങനെയാണോ? മരണസമയം, മരണത്തെ നേരിടുക, അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ആ പ്രധാന കാര്യം എങ്ങനെ നിർവഹിച്ചു പരീക്ഷിത് മഹാരാജാവ്, അതേപറ്റിയാണ് 4-ാം ശ്ലോകം. അപ്പം പിന്നെ വ്യാസദേവൻ എങ്ങനെയാണ് ഇതിനെപ്പറ്റിയൊക്കെ വിവരിച്ചത്, വ്യാസദേവന് എന്താണ് പ്രശ്നം ഉണ്ടായത്, ആ വ്യാസദേവന്റെ പ്രശ്നം, അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രയാസം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മൾ പഠിച്ചാണ്. എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? വേദാന്ത സൂത്രം, വേദങ്ങളും മഹാഭാരതം വരെ അദ്ദേഹം രചിച്ചു കഴിഞ്ഞു. രചിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായി. എന്താണ്? മനസ്സിൽ സ്വസ്ഥതയില്ല, മനസ്സുഖം വരുന്നില്ല. എന്തുകൊണ്ടുണ്ടായി? അതിനെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുവായ നാരദൻ അവിടെ എത്തിച്ചേരുന്നു. ഇതുവരെ 4-ാം അധ്യായം വരെ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം നമുക്ക് ഇന്ന് പഠിക്കാനുള്ള 6-ാം ശ്ലോകമാണ് 6-ാം അധ്യായം. 6-ാം അധ്യായത്തില് 1-ാം ശ്ലോകത്തെ പറ്റിയാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, കഴിഞ്ഞ 5-ാം അധ്യായത്തില് വരെ 5-ാം അധ്യായത്തിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചെന്നുള്ളത്. അപ്പൊ 5-ാം അധ്യായത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് 6-ാം അധ്യായത്തിനെ പറ്റി പഠിക്കാൻ പറ്റുമല്ലോ. അപ്പൊ 6-ാം അധ്യായത്തിൽ നാരദനും വ്യാസദേവനും തമ്മിൽ സംസാരിക്കുന്നു. അദ്ദേഹം ഈ നാരദന്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് സ്വയമായിട്ട് അദ്ദേഹത്തിന് എങ്ങനെ ആത്മസാക്ഷാത്കാരം കിട്ടി, അല്ലെങ്കിൽ ഭഗവാനെ എങ്ങനെ അദ്ദേഹത്തിന് ദർശിക്കാൻ സാധിച്ചു എന്ന് വരെ 4-ാം അധ്യായം കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നാരദൻ നമ്മുടെ വ്യാസമഹർഷിക്ക് ഉണ്ടായ പ്രയാസം മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഗുരുവായ നാരദൻ അവിടെ എത്തിച്ചേർന്ന് 4-ാം അധ്യായം വരെ. അതിനുശേഷം 5-ാം അധ്യായം തുടങ്ങി. 5-ാം അധ്യായത്തിൽ നാരദൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കൂടെ വ്യാസദേവൻ കേട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ആകാംക്ഷ ഉണ്ടാകുന്നു. നാരദന്റെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെ നാരദൻ എന്തെല്ലാം സംഭവിച്ചു അതിനെപ്പറ്റി 6-ാം അധ്യായം മുതൽ 6-ാം അധ്യായത്തിൽ അതിന്റെ വ്യാസദേവൻ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ, വ്യാസദേവൻ പല ചോദ്യങ്ങൾ നാരദനോട് ചോദിച്ചു നോക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ തുടർന്ന് നമുക്ക് പഠിക്കാം. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഇനിയും 5-ാം ശ്ലോകത്തിൽ നാരദൻ ഭാഗവത നിർദ്ദേശങ്ങൾ എന്ന കഴിഞ്ഞ അധ്യായത്തിൽ നാരദൻ എങ്ങനെ സാക്ഷാത്കാരം നേടി എന്നതിനെപ്പറ്റി വിവരിച്ച് പറയുന്നു. മുൻ ജന്മത്തിൽ അദ്ദേഹത്തിനുണ്ടായ കാര്യങ്ങളെപ്പറ്റി പറയുകയാണ്. അപ്പം ഈ വ്യാസദേവന്റെ ഗുരുവാണല്ലോ നാരദൻ. നമുക്ക് ഒരു അധ്യാത്മ ഗുരു ഉണ്ടെങ്കിൽ നമ്മളെ ആധ്യാത്മ ഗുരുവും നമ്മളുമായിട്ട് സഹകരണം ഉണ്ടാകുമ്പോൾ പരസ്പരം നമ്മുടെ വൃത്താന്തങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് ആ ഗുരുവിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ശിഷ്യനും അറിയണം. ശിഷ്യനെ പറ്റിയുള്ള സ്വഭാവങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ശിഷ്യനുള്ള ഗുണങ്ങളും ശിഷ്യന്റെ എല്ലാ കാര്യങ്ങളും ഗുരുവും അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നാരദനോട് വീണ്ടും
വ്യാസദേവൻ ചോദിക്കുന്ന ചോദ്യങ്ങളെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു നമ്മൾ എങ്ങനെ വ്യാസദേവന്റെ പൂർവ്വ ജന്മത്തെ പറ്റി വിവരിക്കുന്നുണ്ട്. അവിടെ മുൻ ജന്മത്തിൽ ശൂദ്രനായിട്ടായിരുന്നു ജനിച്ചതെന്നും അദ്ദേഹത്തിനുണ്ടായ പരിവർത്തനത്തെ പറ്റിയും വിശദീകരിക്കുന്നു. വ്യാസദേവനുണ്ടായ മനപ്രയാസം പരിഹരിക്കാനായിട്ടാണല്ലോ നാരദൻ വ്യാസദേവന്റെ അടുത്ത് എത്തുന്നത്. വ്യാസദേവന്റെ രചനയിലുണ്ടായ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചതിനു ശേഷം അദ്ദേഹത്തിനുണ്ടായ വിഷമത്തിന്റെ കാരണവും വ്യക്തമാക്കുന്നു. അത് 8-ാം ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. 8-ാം ശ്ലോകത്തിലാണ് പറയുന്നത് എന്താണ് വ്യാസദേവൻ ഇങ്ങനെ മനപ്രയാസം ഉണ്ടാകുന്ന കാര്യം, അല്ലെങ്കിൽ പൂർണ്ണത എന്തുകൊണ്ട് വ്യാസദേവന് ഉണ്ടായില്ല. അപ്പൊ ആ ശ്ലോകം എല്ലാവരുടെ അടുത്തും പുസ്തകം ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആ 8-ാം ശ്ലോകം നോക്കട്ടെ. ശ്ലോകം 8. ശ്രീ നാരദ ഉവാച ഭവദാനുദിതപ്രായം യശോ ഭഗവതോ മലം യനൈവാസൗ ന തുഷ്യേത വന്യേതദർശനം ഖിലം. അതിന്റെ വിവർത്തനത്തിൽ പറയുന്നത് ശ്രീ നാരദൻ അരുൾ ചെയ്തു, യഥാർത്ഥത്തിൽ പരമദിവ്യോത്തമ പുരുഷന്റെ ലോകോത്തരവും കളങ്കരഹിതവും ഉദാത്തവും മനോജ്ഞഗംഭീരവുമായ മഹാത്മ്യങ്ങളെ താങ്കൾ യഥാർഹമായി സവിസ്തരമായി വർണ്ണിച്ചില്ല. ആകയാൽ ഭഗവാന്റെ അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കാത്ത ആ ദർശനം മൂല്യരഹിതമായി ഗണിക്കപ്പെടുന്നു. അപ്പൊ ഭഗവാനും വ്യാസദേവനുണ്ടായ പ്രശ്നം ഇതാണ്. ഭഗവാന്റെ കാര്യങ്ങളെ പറ്റി വിവരിച്ചിട്ടില്ല. ഇത്രയും ഗ്രന്ഥങ്ങളൊക്കെ വിവരിച്ചിട്ടില്ല എന്നല്ല, കൂടുതൽ വിവരിച്ചിട്ടില്ല. പല ഭാഗത്തും ഭഗവാനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തിലും ഭഗവാനെ പറ്റിയും കൃഷ്ണനെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ ഗുണഗണങ്ങൾ, ഭഗവാൻ എങ്ങനെ അവതരിക്കുന്നു, ഭഗവാൻ എന്തിനിവിടെ അവതരിച്ചു എന്നുള്ള കാര്യങ്ങൾ, അല്ല ഭഗവാന്റെ ലീലകളെ പറ്റി, എത്രയോ ലീലകൾ ഭഗവാനുണ്ട്, ആ ലീലകളെ പറ്റി ഒന്നും ശരിയായ വിധത്തിൽ വിസ്തരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വ്യാസദേവൻ ഇങ്ങനെ പ്രയാസം ഉണ്ടാകുന്നതെന്ന് ആ ശ്ലോകത്തിൽ പറയുന്നു. അതിന്റെ ഭാവാർത്ഥത്തിൽ എല്ലാം പറയുന്നതാണ്, വ്യാസദേവനെ പോലെ അവിധം വിൽപ്പന്നനായ പണ്ഡിതൻ വേദസാഹിത്യങ്ങൾക്ക് വേദാന്ത സൂത്രത്തോടെ സമാപിക്കുന്ന നിരവധി വിസ്തരണങ്ങൾ രചിച്ചുവെങ്കിലും അവയൊന്നിലും പരമദൈവത്വ പുരുഷനെ സുവ്യക്തവും സവിസ്തരവും സ്ഫുടവുമായും പ്രത്യക്ഷത്തിൽ മഹാത്മ്യപ്പെടുത്തിയിട്ടില്ല. ഭഗവത് മഹാത്മ്യങ്ങളെ സ്പഷ്ടമായി പ്രതിപാദിക്കാത്ത ശുഷ്കമായ ദാർശനിക വീക്ഷണങ്ങൾ പരമാത്മാവായ ഭഗവാന്റെ അതീന്ദ്ര വിഷയങ്ങളെ വർണ്ണിക്കുന്നതായാലും അതിൽ നാമമാത്രമായ ആകർഷണം മാത്രമാണ്. അപ്പൊ ഇതാണ് പറയുന്നത്, ഭഗവാൻ വ്യാസദേവൻ ഉണ്ടായിട്ടുള്ള പ്രയാസം, മനപ്രയാസം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ വിഷയങ്ങളെ, ഭഗവാന്റെ ലീലകളെ ശരിക്കും മനസ്സിലാകേണ്ട വിധത്തിൽ, ജനങ്ങൾക്ക് മനസ്സിലാകേണ്ട വിധത്തിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടില്ല. അതിനാലാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം നാരദൻ ഭഗവാന്റെ വിശേഷണങ്ങളെ പറ്റി വ്യാസദേവനോട് പറയുന്നുണ്ട്. ഭഗവാന്റെ വിശേഷണങ്ങൾ പറഞ്ഞാൽ ഭഗവാന്റെ ഗുണഗണങ്ങൾ ഒക്കെ പറ്റി വിവരിക്കുന്നുണ്ട്. പിന്നെ പറയുന്നു, നാരദൻ പറയുന്നു വ്യാസനോട്, 4 പുരുഷാർത്ഥങ്ങളെ പറ്റി ഭാഗികമായി ചിത്രീകരിച്ചു. എന്നാലും പരമദിവ്യോത്തമ പുരുഷൻ ആയ വ്യാസദേവന്റെ മഹാത്മ്യങ്ങൾ വർണ്ണിച്ചില്ല. ചില ന്യൂനതകൾ ഭഗവത് മഹാത്മ്യം വർണ്ണയിലുണ്ടായാലും മഹാത്മാക്കൾ അത് അംഗീകരിക്കും. അപ്പൊ അത് എനിക്ക് തോന്നുന്നതല്ല, ഭഗവാൻ പറയുന്നത് ചില ന്യൂനതകൾ. നമ്മൾ ഭഗവാനെ പറ്റി നമ്മൾ എന്തെങ്കിലും രചിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ശ്ലോകങ്ങളൊക്കെ രചിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില അതില് പോരായ്മകൾ ഉണ്ടായാലും ശരി, സജ്ജനങ്ങൾ അത് സ്വീകരിക്കുകയും അത് പോരായ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ വൃത്തത്തിലോ അതിന്റെ അലങ്കാരത്തിലോ ഒക്കെ ചില ന്യൂനതകൾ, പണ്ടത്തെ മനുഷ്യർക്ക് അതെല്ലാം നോക്കുമായിരുന്നല്ലോ, വൃത്തം അലങ്കാരം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, അത് സജ്ജനങ്ങൾ സ്വീകരിക്കുകയും അതിനെപ്പറ്റി അവര് മനസ്സിലാക്കുകയും അവര് അതിനനുസരിച്ച് നടക്കുകയും ചെയ്യും. അതാണ് ചില ന്യൂനതകൾ ഉണ്ടായാലും മഹാത്മാക്കൾ അത് അംഗീകരിക്കും.
ഇതിനു ശേഷം നമ്മുടെ വ്യാസദേവനെ പറ്റി ഒന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്. നിശ്ചയദാർഢ്യനും സത്യസന്ധനുമായ അങ്ങ് സമാധിസ്ഥനായി ഭഗവാന്റെ ലീലകളെ പറ്റി ചിന്തിക്കുവാൻ നാരദർ പറയുന്നു. അപ്പൊ നാരദനോട് പിന്നെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? വ്യാസദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് നാരദൻ വീണ്ടും പറയുന്നു, ഭഗവാന്റെ പൂർണ്ണാംശമായ അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ. ഭൂമിയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടാണ് അങ്ങ് ഇവിടെ അവതരിച്ചത്. ആയതിനാൽ പരമദിവ്യത്വകൃഷ്ണനായ ശ്രീകൃഷ്ണന്റെ അനിയന്തരവും ആത്മജ്ഞാനപരവുമായ ലീലകളെ വിസ്തരിച്ച് വർണ്ണിച്ചാലും എന്ന് നാരദൻ വ്യാസദേവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉണ്ടായ പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായ വിഷമതകളിൽ നിന്നും നേരിടുന്നതിന് ഇന്നത് ചെയ്യണം എന്ന് നാരദനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ വ്യാസദേവനെ ഉപദേശിച്ചതിന് ശേഷം നാരദൻ ഭഗവത് ഭക്തിയെ പറ്റി പ്രതിപാദിക്കുന്നു. ഭഗവത് ഭക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വിവരിച്ചു കൊടുക്കുന്നുണ്ട് നാരദന്. പിന്നെ നാരദൻ വ്യാസദേവന് ജീവാത്മാക്കളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗപ്പെടുത്തി ഇന്ദ്രിയങ്ങളുടെ അധിപനായ ഭഗവാന് സേവനം ചെയ്യുന്നതിനാണല്ലോ ഭക്തിയുത സേവനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വ്യാസദേവൻ അറിയാമെന്നല്ല എങ്കിലും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഭാഗവതം പഠിക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ നാരദൻ വ്യാസദേവനെ ഓർമ്മിപ്പിക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ പിന്നെയും പറയുന്നുണ്ട്, പാണ്ഡിത്യത്തിൽ വികാസം പ്രാപിച്ചവർ വിഷ്ണു സേവനത്തിൽ പ്രഗത്ഭരായിരിക്കേണ്ടതാണ്. എന്നാൽ മായയിൽ മുഴുകി അവർ വിഷ്ണുവിനെ മറക്കുന്നു. അത് ഒരു സംഗതിയുള്ളതാണ്. ശരിയായ നമ്മുടെ ലക്ഷ്യത്തിലോട്ടുള്ള പോക്ക്, അതായത് വിഷ്ണു ഭഗവാൻ കൃഷ്ണനിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം മായ നമ്മളെ പല വിധത്തിലും വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ ഉള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. സമസ്ത പ്രപഞ്ചവും ഭഗവാൻ തന്നെയാണ്. കാരണം എല്ലാം ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ പ്രപഞ്ചത്തെ പറ്റി പറയാണ്. പ്രപഞ്ചം എല്ലാം ഉത്ഭവിക്കുന്നതും അവസാനം ലയിച്ചു വരുന്നതും ഭഗവാനിൽ തന്നെയാണ്. അപ്പൊ ഈ എല്ലാം തന്നെ ഭഗവാന്റെ തന്നെയാണെന്ന് പറയുന്നത്. ഭഗവാൻ തന്നെയാണ് എല്ലാം. ഈ കാണുന്ന പ്രപഞ്ചത്തെ ഭഗവാനായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കണം. ഭഗവാൻ, അതായത് ഒരു വസ്തുവും ഭഗവാൻ ഇല്ല, ഒരു വസ്തുവിലും ഭഗവാൻ ഇല്ലാതില്ല എന്ന് വിചാരിക്കണം. അതാണ് പറയുന്നത്. ഭഗവാനിലാണ് നമ്മളെല്ലാം ഈ അവസാനം ഉത്ഭവിക്കുന്നതും ഓരോ കൽപ്പത്തിന്റെ ആരംഭത്തിൽ നമ്മളെല്ലാം ഭഗവാനിൽ നിന്ന് വെളിയിൽ വരുന്നു. അപ്പോൾ ആ കൽപ്പത്തിന്റെ അവസാനം നമ്മളെല്ലാം ഭഗവാനിൽ തന്നെ ചെന്ന് ചേരുന്നു. അപ്പൊ അങ്ങനെ എല്ലാം ഭഗവാൻ തന്നെ, ഈ പ്രപഞ്ചം മൊത്തം ഭഗവാൻ തന്നെയാണെന്ന് നാരദൻ ഇവിടെ പറയുന്നുണ്ട്. എല്ലാ വിദ്യകളും ഭഗവത് സേവനത്തിൽ പ്രയോജനപ്പെടുത്തണം എന്നും നാരദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രേഷ്ഠരായ കവികൾ, അതായത് ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കാൻ തൽപരരായതിനാലാണ് നമുക്ക്, അതായത് എല്ലാം നമ്മുടെ വിദ്യകളൊക്കെ തന്നെ ഭഗവാന് വേണ്ടി അർപ്പിക്കണം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അർപ്പിച്ച കൂട്ടത്തിലാണ് വാൽമീകി, വ്യാസദേവൻ തുടങ്ങിയവര്. കാരണം അവരൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ഭഗവത്ഗീതയും ഭാഗവതവും അതുപോലെ തന്നെ രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ കിട്ടിയത്. വാൽമീകി രാമായണം രചിച്ചതും വ്യാസദേവൻ ഭാഗവതം രചിച്ചതും അതിനാൽ അവർക്ക് നശ്വരമായി തീർന്നു. അവരെ എന്നും ജനങ്ങൾ ഭൂലോകം ഈ ജന്മങ്ങൾ ഉള്ള കാലം വരെ അവരെ അനശ്വരായി ഇരിക്കുന്നു. അതാ മഹാത്മാക്കൾ. മഹാത്മാക്കളുടെ ചുമതല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള ശ്രേഷ്ഠരായ വ്യക്തികളുടെ ചുമതല എന്ന് പറയുന്നത് എന്നും അവരുടെ പേര് എന്നും നിലനിൽക്കത്തക്ക വിധത്തിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഇതിഹാസവും പുരാണങ്ങളും ലഭ്യമാവുകയും ചെയ്തു. അങ്ങനെ അവരുടെ കൃപ കൊണ്ട്, ആ ശ്രേഷ്ഠ ഋഷിമാരുടെ കൃപ കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയത് എന്ന് പറയുന്നു നാരദൻ. ഇത്രയും പറഞ്ഞതിന് ശേഷം വിശേഷങ്ങൾ ശിഷ്യനായ വ്യാസദേവനോട് നാരദൻ വിശദീകരിക്കുന്നു. ഗുരു ശിഷ്യ ബന്ധത്തിൽ പരസ്പരം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. മുൻ വേദാന്തികളുടെ സേവനത്തിനായി നിയോഗിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ ജന്മത്തെ പറ്റിയാണ് പറയുന്നത്. നാരദന്റെ കഴിഞ്ഞ ജന്മത്തെ എങ്ങനെയായിരുന്നു നാരദൻ, എവിടെയാണ് ജനിച്ചത്? ഒരു ശൂദ്ര സ്ത്രീയിലാണ് ജനിച്ചത്. ശൂദ്ര സ്ത്രീയിൽ ജനിച്ചതിനാൽ അദ്ദേഹത്തിന് ഗുരുകുലത്തിൽ പോയി പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവിടെ വേദാന്തികൾ വന്ന് വിശ്രമിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ഈ ശൂദ്ര സ്ത്രീയുടെ ജോലി. അങ്ങനെ ആ ശൂദ്ര സ്ത്രീയുടെ കൂടെ തന്നെ ഈ നാരദൻ ഉൾപ്പെട്ടു. അല്ലെങ്കിൽ അവിടെ അദ്ദേഹവും കൂടെ, കാരണം വേറെ ആരുമില്ലായിരുന്നു ആ സ്ത്രീക്ക്.
അപ്പൊ നാരദനും അവരുടെ കൂടെ തന്നെ കൂടി. അത് ശ്ലോകം 23 ശ്ലോകത്തിൽ അതിനെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട്. 23 ശ്ലോകം നാരദ മഹർഷിയെ പറ്റി പറഞ്ഞ അഹം പുരാതീത ഭവേ അഭവം മുനെ ദാസ്യസ്തു കശ്യാശന വേദവാദിനാം നിരൂപിതോ ബാലക ഏവയോഗിനാം ശിശൂഷണെ പ്രാവൃഷി നിർവിവീക്ഷതാം. അതിന്റെ വിവർത്തനത്തിൽ പറയുന്നു, അല്ലയോ മുനിയുഗത്തിൽ വേദാന്ത തത്വങ്ങൾ അനുവർത്തിക്കുന്ന ബ്രാഹ്മണരുടെ സേവനത്തിൽ നിയുക്തമായ ഒരു ദാസിയുടെ പുത്രനായി ഞാൻ ജനിച്ചു. വർഷകാലത്തെ 4 മാസ കാലയളവിൽ അവർ ഒരുമിച്ച് താമസിക്കുന്നപ്പോൾ ഞാൻ അവരുടെ സേവനത്തിൽ നിരതനായി. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ഒരു ജന്മത്തിന്റെ പരിവർത്തനം ഉണ്ടാകുന്ന. ആ 5 വയസ്സുള്ള കുട്ടി അങ്ങനെ വേദാന്തികളുടെ കൂടെ 4 മാസം അവിടെ അവരുടെ പരിചരണത്തിന് വേണ്ടി താമസിക്കുന്നു. ഭഗവത് സേവനം ആരംഭിക്കുന്ന യഥാർത്ഥ ഭഗവത് സേവകരുടെ സേവനത്തിലൂടെയാണെന്ന് ശ്രീ നാരദമുനിയുടെ പൂർവജന്മ ദൃഷ്ടാന്തത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു. ഭഗവത് ഭക്തരുടെ സേവനമാണ് ഭഗവത് സേവനത്തെക്കാൾ മഹത്തരമെന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നു. ഭക്തസേവനം ഭഗവത് സേവനത്തെക്കാൾ മൂല്യമുള്ളതാകുന്നു. ആകയാൽ ഒരാൾ ഭഗവത് സേവനത്തിൽ സദാ വ്യാപൃതനായിരിക്കണം. ഉത്തമ വിശ്വാസയോഗ്യനായ യഥാർത്ഥ ഭഗവത് സേവകനെ തെരഞ്ഞെടുക്കുകയും അത്തരം ഒരു സേവകനെ ആത്മീയ ആചാര്യനായി സ്വീകരിച്ച് അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ സേവനത്തിൽ നിരതനാവുകയും വേണമെന്ന് നാരദൻ ഉപദേശിക്കുന്നു. അപ്പൊ ഇതാണ് അവിടെ നാരദന്റെ ജന്മത്തിന് തന്നെ ഒരു മാറ്റം സംഭവിക്കാനുണ്ടായ കാരണം. അദ്ദേഹം അവിടെ വേദാന്തികളുടെ വിശ്രമ സ്ഥലത്ത് അവരുടെ പരിചരണം നടത്തിയത് കൊണ്ട് മാത്രമാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നാരദന്റെ വൃത്താന്തം അതാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് നാരദനോട് എന്ത് സംഭവിക്കുന്നുള്ളത്. അപ്പൊ അവിടെ അങ്ങനെ അവരുടെ കൂടെ അവിടെ 4 വർഷം അവരുടെ പരിചരണം നടത്തുന്ന അത് വേദാന്തികളുടെ വർഷകാലത്ത് നാരദനും 4 മാസം അവിടെ സേവനത്തിൽ തുടർന്നു. ആ കാരണത്താൽ നാരദൻ മായാമുക്തനായി എന്ന് പറയുന്നു. ഭഗവത് സേവനം തുടങ്ങുന്നത് ഭഗവത് സേവകരുടെ സേവനായിട്ടായിരിക്കണം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എപ്പോഴും ഭഗവാനെ ഇഷ്ടം ഭഗവത് ഭക്തരുടെ സേവനം ചെയ്യുന്നതാണെന്ന് നമ്മൾ പല പ്രാവശ്യം പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ അങ്ങനെ ഭഗവത് ഭക്തരായ വേദാന്തികളുടെ സഹവാസം കൊണ്ട് നാരദന് ഒരു പരിവർത്തനം ഉണ്ടാകുന്നു. അദ്ദേഹം അല്ലെങ്കിലും കുട്ടിയായിരിക്കുമ്പോൾ നാരദൻ വളരെ ഏകാഗ്രനായിട്ടിരിക്കുന്നുണ്ട്. മറ്റുള്ള കുട്ടികളുമായിട്ട് കളിക്കുന്നതിനോ ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് വേറെ അവിടെ സഹചാരികളാരും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ അങ്ങനെ ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തിന് ഈ കുട്ടികളുടെ ചാബല്യങ്ങൾ, അതായത് കുരങ്ങന്റെ സ്വഭാവമാണ് കുട്ടികൾ എന്ന് പറയുന്നു. അപ്പൊ അതേമാതിരി ചാടി നടക്കുന്നോ കളിക്കോട്ടങ്ങളുടെ എറിയുന്നതിനോ ഒന്നും അദ്ദേഹം പോയില്ലായിരുന്നു. അമ്മയുടെ കൂടെ അവിടെ ഭക്തരുടെ സേവനം ചെയ്തുകൊണ്ടേയിരുന്നു. ആ സേവനത്താലാണ് അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭഗവാനെ പറ്റി ചിന്ത ഉണ്ടാകുന്നു. ഏകാഗ്രതയോടുകൂടി ഈ മഹർഷിമാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെപ്പറ്റി ചിന്തിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചത്. അങ്ങനെ അവിടെ വെച്ച് നാരദ മഹർഷിയുടെ ആത്മീയ ഗുരുവായി മാറുന്നത് ആ വേദാന്തികൾ. അവർ പോകുന്ന സമയത്ത് ഭക്തരായ വേദാന്തികളുടെ അനുഗ്രഹവും ഉപദേശവും നാരദന് ലഭ്യമാകുന്നു. ഭക്തി വേദാന്തികൾ പക്ഷാഭേദമില്ലാതെ ഭക്തി എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നു. അപ്പം വേദാന്തികളെ പറ്റി ഒരു കാര്യമാണ് പറയുന്നത്. വേദാന്തികൾക്ക് അങ്ങനെ പക്ഷാഭേദമൊന്നുമില്ല. നമ്മുടെ നാട്ടിലിരുന്ന് കാണുന്ന പക്ഷാഭേദങ്ങളൊന്നും ആ വേദാന്തികൾക്കില്ല. ആ വേദാന്തികൾ നാരദനും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഭഗവാനെ ഭക്തിപൂർവ്വം സ്മരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നാരദന് പറഞ്ഞു കൊടുക്കുന്നു. അന്നത്തെ കാലത്ത് ആത്മീയ ഗുരുക്കളുടെ ഉച്ഛിഷ്ട ഭക്ഷണം കഴിക്കുന്നത് ശ്രേഷ്ഠമായി കരുതിയിരുന്നു. ഇന്നും അത് തന്നെയാണ്. നമ്മളതാണ് പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസാദം എന്ന് പറയുന്നത് ഭഗവാന് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് കഴിക്കുന്നു, അതിൻ്റെ ഉദ്ദേശം. അപ്പൊ ആ പ്രസാദത്തിൽ കൂടെ നമുക്ക് പരിവർത്തനം ഉണ്ടാകും. അതേമാതിരിയാണ് നാരദനും ആത്മീയ ഗുരുക്കളുടെ ആ പ്രസാദം അവർ കഴിച്ചതിന്റെ ബാക്കി എന്നല്ല പറഞ്ഞത്. ഉച്ഛിഷ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിക്കരുത്.
അവര് കഴിച്ചതിന്റെ ബാക്കി പാത്രത്തിൽ വെച്ചിരുന്നത്. അതാണ് നാരദൻ കഴിച്ചത്. അല്ലാതെ കഴിച്ചതിന്റെ ബാക്കി കഴിച്ചെന്ന് വിചാരിക്കരുതെന്ന് പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട് ഓരോ ഈ കാര്യങ്ങൾ. അപ്പൊ ഉച്ഛിഷ്ടം എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന കഴിച്ചതിന്റെ ബാക്കി കഴിക്കുക അങ്ങനെയല്ല. ബാക്കി ഭക്ഷണം ഇരുന്നത് നാരദൻ അവരുടെ നിർദ്ദേശത്തോടു കൂടി കഴിക്കുന്നു. അങ്ങനെ കഴിച്ച കാരണത്താൽ അദ്ദേഹത്തിന്റെ പാപം മുക്തമാകുന്നു. പല കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ശാപം കിട്ടിയാണ് ഇത് വന്നത്. എവിടെ ശൂദ്രസ്ത്രീയുടെ അടുത്ത് ജനിക്കേണ്ടതായിട്ട് വന്ന് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ശാപങ്ങളൊക്കെ മുക്തമാകുന്നു. അതുപോലെ തന്നെ മായയിൽ നിന്ന് മായയിൽ നിന്നും രക്ഷ നേടുന്നു. അപ്പൊ അങ്ങനെ ആ ഉച്ഛിഷ്ട കഴിച്ച കാരണത്താൽ അദ്ദേഹത്തിന് ഇന്ന ഗുണങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ഉച്ഛിഷ്ടം മാത്രമേ കഴിക്കാവൂ. അതുകൊണ്ട് നമുക്ക് നേർമകൾ ഉണ്ടാവും. നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ നശിച്ചു പോകും. വേദാന്തികൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളും മഹാത്മ്യങ്ങളും എല്ലാ ദിവസവും പറയുന്നത് നാരദൻ ആകാംക്ഷയോടും ഏകാഗ്രതയോടും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ഭഗവത്ഗീതയിലെ ഭാഗവതത്തിന്റെ ശ്രവണവും ഇതുപോലെ തന്നെ ഏകാഗ്രതയോടും അതുപോലെ തന്നെ ആകാംക്ഷയോടും കൂടി കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കൂ. അതിനാൽ ഭഗവാനിൽ നാരദന് അത്യധികമായ താല്പര്യമുണ്ടായി. ഈ വിധത്തിൽ ശ്രമിച്ചതിനാൽ നാരദന് ഭൗതികമായി യാതൊരു താല്പര്യവും ഉണ്ടായില്ല. ഭൗതിക എന്നുള്ള കാര്യമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആ വേദാന്തിക അവിടെ നിന്നും യാത്രയായപ്പോൾ പരമ ദിവ്യോത്തമ പുരുഷൻ നിർദ്ദേശിക്കപ്പെട്ട അതീവ രഹസ്യത്തെ എനിക്ക് ഉപദേശിച്ചു എന്ന് നാരദൻ പറയുന്നു. അതായത് ഈ വേദാന്തികൾ എന്താണ് ഭക്തിമാർഗത്തിൽ ഉയരാന്, അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ, ഭഗവാനുമായിട്ട് സമ്പർക്കം ചെയ്യാൻ എന്താണ് ഗുഹ്യമായ ആ ഉപദേശം ആ മഹർഷികൾ നാരദന് ഉപേക്ഷിച്ചു കൊടുക്കുന്നു. പരമസംരക്ഷകനും സർവനാശകനും ആകുന്നു ഭഗവാൻ. ഉപദേശം ഭക്തന്മാർക്ക് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ അർജുനന് ഭഗവാൻ ഉപദേശിച്ചത്. ഭഗവത്ഗീത ഉപദേശിച്ചത് അതുകൊണ്ടാണ്. ശുദ്ധഭക്തിയുടെ സേവനത്തിൽ എത്തിയാൽ മാത്രമേ അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ ജ്ഞാനം ലഭ്യമാകൂ. ഭഗവാൻ ഈ ഗൂഢജ്ഞാനം ബ്രഹ്മാവിനും അർജുനും ഉദ്ധവർക്കും പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഭഗവാൻ ഇവർക്കൊക്കെ കൊടുത്ത മാതിരിയുള്ള ജ്ഞാനം ഈ വേദാന്തികൾക്കും ഭഗവാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ആ പറഞ്ഞു കൊടുത്തിരുന്ന ഗുഹ്യമായ ജ്ഞാനം, അതായത് ഭഗവാനെ എങ്ങനെ സമീപിക്കാം, ഭഗവാനെ നേരിൽ കാണാനുള്ള മാർഗം എന്താണെന്നത് നാരദന് ഈ വേദാന്തികൾ പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകുന്നുണ്ട്. ആ പോകുന്ന കാര്യത്തെ പറ്റിയാണ് ഇനിയും നമ്മുടെ 6-ാം അധ്യായത്തില് പറയുന്നത്. അതെങ്ങനായിരുന്നു സംഭവിച്ചെന്നുള്ള കാര്യത്തിനെ പറ്റി 6-ാം അധ്യായം. അപ്പൊ വ്യാസദേവൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനൊരു താല്പര്യം ഉണ്ടാകുന്നു. ഈ നാരദ മഹർഷിയുടെ ഇങ്ങനെയുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം എങ്ങനെ കിട്ടിയെന്നും ഭഗവാനിൽ പിന്നീട് പോകാൻ പറ്റിയത് എങ്ങനെയാണെന്നും, അതായത് ആ കൽപ്പത്തിന്റെ അവസാനത്തില് നാരദൻ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഭഗവാനുമായി ആ കഥകളെല്ലാം നമ്മൾ പഠിച്ചതാണ്. എങ്ങനെ ഭഗവാൻ അതിനെ കുറച്ചുകൂടെ പഠിക്കാൻ അടുത്ത ഈ 8-ാം അധ്യായത്തിൽ അതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ നമ്മുടെ വ്യാസ മഹർഷിക്ക് ഈ നാരദ മഹർഷിയുടെ കഥ വീണ്ടും കേൾക്കുന്നതിനുള്ള താല്പര്യം ഉണ്ടാകുന്നു. അതാണ് സൂത മഹർഷി ഇവിടെ ബ്രാഹ്മണരോട് അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം വ്യാസദേവൻ നാരദനോട് എന്താണ് ഇങ്ങനെയൊക്കെ നടന്ന എങ്ങനെയാണെന്ന് തിരക്കുന്നു. അതിനെപ്പറ്റി 6-ാം അധ്യായത്തിൽ ഞാൻ 6-ാം അധ്യായത്തിൽ നിർത്തോട്ടെ. ഹരേ കൃഷ്ണ. 6-ാം അധ്യായത്തിൽ നാരദൻ പറയുന്ന ശ്രീസുതൻ അരുളി ചെയ്തു, അല്ലയോ ബ്രാഹ്മണരെ, ഇങ്ങനെ ശ്രീ നാരദന്റെ ജനനത്തെയും കർമ്മത്തെയും കുറിച്ച് സർവ്വജൻ ശ്രവിച്ച ഭഗവത് അവതാരവും സത്യപതി സുതനുമായ ശ്രീ വ്യാസദേവൻ ഇപ്രകാരം അന്വേഷിച്ചു. ആ അന്വേഷിച്ചത് എന്താണെന്നുള്ളത് ഈ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾ അടുത്ത അധ്യായം പഠിക്കുമ്പോൾ പഠിക്കാം. നാരദന്റെ ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ നാരദന് എങ്ങനെ ഭഗവാനുമായിട്ട് സന്ധിക്കാൻ പറ്റി
അദ്ദേഹം അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്ത ആ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വ്യാസദേവൻ ആ നാരദ മഹർഷിയോട് പറയുന്നു എന്നുള്ള കാര്യം നൈമിശാരണ്യത്തിലെ മഹർഷിമാരോട്, അല്ലെങ്കിൽ ശൗനകന്റെ നേതൃത്വത്തിലുള്ള ആ മഹർഷിമാരോട് നമ്മുടെ സൂത മഹർഷി പറയുന്നു. ഇത്രയുള്ള ഈ അധ്യായത്തില് ഈ ശ്ലോകത്തിന്റെ ചുരുക്കം. ഹരേ കൃഷ്ണ. മാതാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു. അല്ലാതെ എന്നെ കൂടുതലൊന്നും വിവരിക്കാനില്ല എന്നാലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ദയവായി ആഡ് ചെയ്യുക. ഹരേ കൃഷ്ണ. അതെ, പറഞ്ഞിട്ടുള്ള തെറ്റുകളുണ്ടെങ്കിൽ അത് പറയാം. കൃഷ്ണ. പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അതും പറയാം. ഹരേ കൃഷ്ണ. ആരും ഒന്നും മിണ്ടുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു. പ്രഭു, എനിക്ക് ഒരു സംശയമുള്ളത് പ്രഭു, നമ്മള് ഗുരുവൊക്കെ വരുമ്പം, അല്ലെങ്കിൽ അതുപോലെ പരിശുദ്ധ ഭക്തന്മാര് മഹാരാജാക്കന്മാരൊക്കെ വരുമ്പോ അവര് കഴിച്ചിട്ട് അവർക്ക് അവരുടെ ചിലപ്പോ അവരുടെ പാത്രത്തിലുണ്ടാവും, ചിലപ്പോ അവരൊന്നും വെക്കൂല, എന്നാലും കുറച്ച് ചിലപ്പോ അവര് കാരുണ്യത്തോടെ നമുക്ക് തരും. അങ്ങനെ അത് കഴിക്കും. അത് കിട്ടുമ്പോ അത് ഭഗവാന്റെ പ്രസാദം ഒന്നും കൂടെ പരിശുദ്ധ ഭക്തന്മാര് അവരുടെയും അതിന് ശേഷം നമുക്ക് കിട്ടുമ്പം അതൊന്നും കൂടെ മഹാപ്രസാദമായിട്ട് മാറും. അതാണ് ഉച്ഛിഷ്ടം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഥാമൃത പ്രഭു ഒക്കെ ഉണ്ടെന്ന് വിശദീകരിച്ചു തന്നാൽ കൊള്ളായിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. ശരിയാ മാതാജി. ഉച്ഛിഷ്ടം കഥാമൃത കൊണ്ടേ പറയട്ടെ. നമ്മുടെ പോലുള്ള അർത്ഥമല്ല അതിനുള്ള എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരി അല്ലെങ്കിലും ഒന്ന് പ്രഭു ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. ഹരേ കൃഷ്ണ. ഉച്ഛിഷ്ടം ഇതിനെപ്പറ്റി പറഞ്ഞത് ഞാൻ പഠിച്ചത് ഭാഗവതത്തിൽ കൂടെ പറഞ്ഞു തന്നെ. അവര് നമ്മുടെ അതിന്റെ വിവർത്തനത്തില് പറഞ്ഞിട്ടുണ്ട്. ഒരിടത്ത് നമ്മൾ ഉച്ഛിഷ്ടം എന്ന് വിചാരിക്കുന്നത് കൊണ്ട് അത് അവർ കഴിച്ചതിന്റെ ബാക്കി, നമ്മൾ ഒരു പാത്രത്തിൽ കഴിച്ചതിന്റെ ബാക്കി കഴിച്ചെന്നല്ല വിചാരിക്കേണ്ടത്. അവര് കഴിച്ചു കഴിഞ്ഞിട്ട് അവര് ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ബാക്കിയിരുന്നത് നാരദന് കഴിച്ചു, അവരുടെ അനുവാദത്തോടുകൂടി കഴിച്ചു എന്നാണ് വിചാരിക്കേണ്ടതെന്ന് പറയുന്നത് ഞാൻ പഠിച്ചത് ഇതിനകത്ത്. അങ്ങനെ അതാ ഉച്ഛിഷ്ടം, മഹാന്മാരുടെ ഉച്ഛിഷ്ടം കഴിച്ചുകൊണ്ട് പ്രശ്നമില്ല എന്ന് അത് നമുക്ക് അറിയാം. ഇതിപ്പോ ഭാഗവതത്തിൽ അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞിരുന്നു. ഇങ്ങനെ ഉച്ഛിഷ്ടം എന്ന് വിചാരിക്കുന്നത് എന്ന് പറയുന്നത് ഈ അദ്ദേഹം കഴിച്ചതിന്റെ ബാക്കി കഴിച്ചതായിട്ട് വിചാരിക്കരുതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഉച്ഛിഷ്ടം ശ്രേഷ്ഠ ഭക്തന്മാരോട് ഉച്ഛിഷ്ടം കഴിച്ചുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല, അതുകൊണ്ട് കൂടുതൽ പുണ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് ഭഗവാന്റെ ഉച്ഛിഷ്ടം തന്നെയാണ് നമ്മൾ പ്രസാദം കഴിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ തോന്നുന്നു. നമ്മൾ ഇങ്ങനെ ഭാഗവതത്തിൽ ഇത് എവിടെ വായിച്ചതാണ്. ഇങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്, ഉച്ഛിഷ്ടം എന്ന് പറയാം, കഴിച്ചതിന്റെ ബാക്കി കഴിച്ചെന്ന് വിചാരിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. കഥാമൃത പ്രഭു ഒരു ട്രാവലിംഗിലാണ്, ബസ്സിലാണ്, അപ്പൊ ഒട്ടും സംസാരിക്കാൻ പറ്റില്ല. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ അത് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പ്രഭു. ശരി മാതാജി. താങ്ക് യു പ്രഭു. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നിർത്താം എന്നാല്. ഓക്കെ പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ